അപ്പോൾ ഇതേ നമുക്കിന്ന് കറിക്കായിട്ട് കിട്ടിയിരുന്നത് വെള്ളക്കൊഴുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 മാന്തലും മണങ്ങും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വെട്ടിപ്പാക്കി അമ്മച്ചിലേക്ക് കൊടുത്തപ്പോഴത്തേനും അമ്മച്ചത് തേങ്ങ അരച്ച് കുടംപുളിയൊക്കെ ഇട്ട് കറി വെച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി നല്ലൊരു ഊണൊക്കെ കഴിച്ച് ഇതിന് ശേഷം കുറച്ച് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് ചക്ക പായസമാണ് ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കി പകുതി മുക്കാലും കഴിഞ്ഞപ്പോഴത്തേനാണ് വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടതാണ് കാണുന്നത് കേട്ടോ. അവിടെ മുതലാണ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് എടുത്തേക്കണത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, ലാസ്റ്റത്തെ ഭാഗമാണ്. അപ്പോൾ തേങ്ങയും കശുവണ്ടിയും കൂടെ വറുത്ത് നെയ്യിൽ വറുത്തു അതും അങ്ങോട്ട് ഇട്ടേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു പായസം. പിന്നെ അത് ഞങ്ങളുടെ കാർഷിക വിളവെടുപ്പാണ് കേട്ടോ കാണുന്നത്, ടെറസിലുണ്ടായതാണ് ഞങ്ങളുടെ. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിങ്ങ പേപ്പർ ഫ്രോഗ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേനും അതങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഭയങ്കര പേപ്പർ ഫ്രോഗ് വെച്ചിട്ട് എന്തൊക്കെയാ ഓടണു ചാടണു, ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ. റേസ് വരെ ഉണ്ടായിരുന്നു പേപ്പർ ഫ്രോഗ് വെച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. രാത്രി ഞങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള പാട്ടൊക്കെ പാടി പഠിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കേട്ടോ ഈ കാണുന്നത്.